വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് ആക്സിസ് അഗെയിൻ ടൈം തന്നെയാണ്. എക്സ് ആക്സിസിൽ ടൈം ഇൻ യൂണിറ്റ് ഇൻ സെക്കൻഡ്സ്, വൈ ആക്സിസിൽ നമുക്ക് വെലോസിറ്റിയാണ്. ഡിസ്റ്റൻസ് കഴിഞ്ഞു, ഇനി വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി വി, വൈ ആക്സിസിലേക്ക് വെലോസിറ്റി, യൂണിറ്റ് എഴുതുക മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ആൻഡ് 0 ഒറിജിൻ, 1 സെക്കൻഡ്സ്, 2 സെക്കൻഡ്സ്, 3 സെക്കൻഡ്സ്, 4 സെക്കൻഡ്സ്, അങ്ങനെ ടൈം മാർക്ക് ചെയ്യാം. ആൻഡ് ഹിയർ നമ്മളുടെ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് അല്ലേ. 10 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ 15 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ വെലോസിറ്റീസ് മാർക്ക് ചെയ്യുക. ഇനി യു ആർ ഗിവൺ വിത്ത് ദ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രാഫ് തന്നിട്ടുള്ളത്. നമ്മൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ പറഞ്ഞു അല്ലേ, ഇങ്ങനെ എക്സ് ആക്സിന് പാരലായി തന്നാൽ ഇത് വേഗം കയറി ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എന്നൊന്നും എഴുതാൻ പാടില്ല. നമ്മളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓൾവേസ് നമ്മളോട് മെൻഷൻ ചെയ്യുന്നത് തന്നെ എന്താണ്, ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ എ മൂവിങ് ഒബ്ജക്റ്റ്. വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റാണ് ഈ ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ മാത്രമേ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ കാണിക്കാൻ പറ്റൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ എങ്ങനെ വരച്ചാലും അത് ഒരു മൂവിങ് ഒബ്ജക്റ്റ് ആയിരിക്കും. വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡാറ്റയിലൂടെ പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും. വെലോസിറ്റി വി ആൻഡ് ടൈം ടി, 0 0, ടൈം 1 സെക്കൻഡ്, 2 സെക്കൻഡ്സ്, 3 സെക്കൻഡ്സ് എടുക്കാം. വെലോസിറ്റി വരുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ്. ടൈം കഴിഞ്ഞു, വീണ്ടും 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെ, വീണ്ടും 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ടൈം ഗോസ് ഓൺ. ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറുന്നില്ല അല്ലേ. ഇവിടെ വെലോസിറ്റി മാറുന്നില്ല. ദാറ്റ് ഈസ് എങ്ങനെ മാർക്ക് ചെയ്യാം നമുക്ക്, 1 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡ്സ് ആകുമ്പോഴും അതേ 10 മീറ്റർ പെർ സെക്കൻഡ്, 3 സെക്കൻഡ്സിനും അതേ 10 മീറ്റർ പെർ സെക്കൻഡ്, എന്നിട്ട് ജോയിൻ ചെയ്യുക. ഇത് ഇങ്ങനെ ഗ്രാഫ് വരച്ചാൽ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എന്നാണോ മീൻ ചെയ്യുന്നത്? അല്ല, ഇതിനൊരു വെലോസിറ്റി ഉണ്ട്. ഇത് പോകുന്നത് ഏത് വെലോസിറ്റിയിലാണ് ഈ വെഹിക്കിള്? 10 മീറ്റർ സെക്കൻഡിൽ പോകുന്ന ആ ഒരു വെലോസിറ്റിയിൽ പോകുന്ന വെഹിക്കിളാണ്. ആൻഡ് ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് യൂണിഫോം വെലോസിറ്റി. ദർ ഇസ് നോ ഇൻക്രീസ് ഓർ നോ ഡിക്രീസ്. 1 സെക്കൻഡ് കഴിഞ്ഞു 10 മീറ്ററിൽ തന്നെ, മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. 2 സെക്കൻഡ്സ് കഴിഞ്ഞു, 3 സെക്കൻഡ്സ് കഴിഞ്ഞു, എപ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫാണ്. യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറയാം അല്ലേ. സ്പീഡ് മാറുന്നില്ല, 10 മീറ്റർ പെർ സെക്കൻഡ്, 10 മീറ്റർ അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഓർ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഇതിന് ദാറ്റ് ഈസ് ആക്സിലറേറ്റർ ഈസ് നോട്ട് ബീങ് അപ്ലൈഡ് ബൈ ദ ഡ്രൈവർ എയ്തർ ടു ഇൻക്രീസ് ദ സ്പീഡ് ഓർ നോട്ട് ടു ഡിക്രീസ് ദ സ്പീഡ്. ബ്രേക്കും അപ്ലൈ ചെയ്തിട്ടില്ല അല്ലേ. ഈ കേസിൽ എന്താ ഈ ഒരു ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? No increase, no decrease of acceleration means there is no acceleration for this uniform velocity graph. ഇത് യൂണിഫോം വെലോസിറ്റി ആണ്. വേണമെങ്കിൽ ആക്സിലറേഷൻ്റെ ടേംസിൽ നമുക്ക് പറയാം ഇത് നോ ആക്സിലറേഷൻ ഗ്രാഫാണ്. നോ ആക്സിലറേഷൻ. ഇവിടെ ഈ ഗ്രാഫിൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, പറയാനുണ്ട്. നമുക്ക് 2 പോയിൻ്റ് എടുക്കാം. നമ്മളിപ്പം ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ എ ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ എത്രയാണ് സ്പീഡെന്ന് ചെക്ക് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് എ ബി ഉള്ള ഒരു പോയിന്റിൽ നിന്ന് നമുക്കതിൻ്റെ ഡിസ്റ്റൻസ് നോക്കാം. പോയിൻറ്റ്സ് എ ബി രണ്ട് എന്താ പറയുക പൊസിഷൻസ് മാർക്ക് ചെയ്തു. എയിൽ നിന്ന് കറസ്പോണ്ടിങ് നമുക്ക് എക്സ് ആക്സിസിലേക്ക് കൊടുത്തു, ബിയിൽ നിന്ന് കറസ്പോണ്ടിങ് എക്സ് ആക്സിസിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ട് ഡു വി ഒബ്റ്റെയിൻ ഫ്രം എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓർ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് സ്പീഡാണ്. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ആക്സിലറേഷനാണ് കണ്ടെത്താൻ പറ്റുക. ആൻഡ് നോട്ട് ഓൺലി ആക്സിലറേഷൻ, അതായത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ കാണാൻ പറ്റും. ദാറ്റ് ഈസ് വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിന് ആക്സിലറേഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ഒബ്സർവേഷൻ അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ കണ്ടെത്താൻ പറ്റും. സെക്കൻഡ് എന്താണ്, ഫ്രം എ വെലോസിറ്റി ടൈം ഗ്രാഫ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ലേറ്റർ നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ പ്രൂവ് ചെയ്യുമ്പോൾ പഠിക്കേണ്ടതാണ്. തൽക്കാലം ഞാൻ ഫസ്റ്റ് പോയിന്റ് പറയുന്നില്ല. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ബൈ യൂസിങ് എ വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കാം. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? വെലോസിറ്റിയും ടൈമും ഡിസ്റ്റൻസും തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ അല്ലേ. എന്താണ് റിലേഷൻ? v = s/t.
അതായത് വെലോസിറ്റിയും ടൈമും തന്നെ ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. v ഇൻറ്റു ടി എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈമാണ് നമ്മളുടെ എസ്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ്. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? പ്രൊഡക്റ്റ് ഓഫ് വെലോസിറ്റിയും ടൈമുമാണ് നമ്മുടെ ഡിസ്റ്റൻസ്. വെലോസിറ്റി ടൈമിൻ്റെ പ്രൊഡക്റ്റ് കണ്ടാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ രണ്ടാമത് പറയുന്ന പോയിന്റ്, അതായത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ആക്സിലറേഷൻ ചെയ്യാൻ പറ്റും. അത് ലേറ്റർ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് നമ്മൾ പ്രൂവ് ചെയ്തു, ചെയ്യാൻ പറ്റും അല്ലേ? ആൻഡ് ഹൗ ക്യാൻ വി ഡു ദിസ്? അപ്പോൾ ഈ റെക്ടാങ്കുലർ ഫിഗറിൻ്റെ ഏരിയ കണ്ടെത്തിയാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. വി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പോലെ തന്നെയാണ് ഏരിയ. നൗ വി ക്യാൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. നോക്കാമല്ലോ നമുക്ക്. മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്തിൽ ഇതിലെന്താണ് ടൈം? എന്താ ടൈം ഇൻ്റർവൽ? 4 സെക്കൻഡ്, ഇത് 1 സെക്കൻഡ്. ഈ എ ടു ബി എന്ന് പറയുമ്പോൾ ടൈം ഇൻ്റർവൽ 4 സെക്കൻഡ് മൈനസ് 1 സെക്കൻഡ് 10 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ? എസ് ഈസ് ഈക്വൽ ടു 30 മീറ്റർ. അപ്പോൾ ഏരിയ എൻക്ലോസ്, അതിനകത്തെ ഏരിയ എന്ന് വെച്ചാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതർവൈസ് വി ഇൻറ്റു ടി ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30 മീറ്റർ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ മറ്റ് രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഡാറ്റ തന്നിട്ടുണ്ട്. 1 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്, 2 സെക്കൻഡ്സ് ആകുമ്പോഴത്തേക്കും 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്, 3 സെക്കൻഡ്സ് ആകുമ്പോഴേക്കും 15 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് പോകുന്നത്. അതെങ്ങനെ പ്ലോട്ട് ചെയ്യാം നമുക്ക്? 1 സെക്കൻഡിൽ 5 മീറ്റർ, 1 സെക്കൻഡ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്, 2 സെക്കൻഡ്സിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. 2 സെക്കൻഡ്സ് ആകുമ്പോഴത്തേക്ക് സ്പീഡ് കൂടി, വെലോസിറ്റി ചേഞ്ച് ചെയ്തു 10 മീറ്റർ പെർ സെക്കൻഡിൽ. 3 സെക്കൻഡ്സിൽ 15 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലേക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്തു. ഗ്രാഫ് എങ്ങനെ വരും? മുന്നേ നമ്മൾ കണ്ട പോലെ തന്നെ, യൂണിഫോം മോഷൻ കണ്ട പോലെ തന്നെ ഇത് വെലോസിറ്റി ചേഞ്ച് ഉണ്ട്. ആൻഡ് ഈ 3 പോയിൻറ്റും കൂടി ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും, ഒരു സ്ലോപ്പ് അല്ലേ? ഓക്കെ, സോ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റീപ്പായിട്ട് കിട്ടുന്ന സ്ലോപ്പ് ഗിവ്സ് അസ് ദ ആക്സിലറേഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. സ്ലോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആക്സിലറേഷനാണ്. ഏരിയ അണ്ടർ ദ ഫിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് 2 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഒന്ന് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടു ഏരിയ അണ്ടർ ദ ഫിഗർ കാണണം. ആ ഒരു എ ബി പോയിൻറ്റിനുള്ളിൽ ഇൻക്ലൂഡഡ് ആവുന്ന എൻക്ലോസ്ഡ് ഏരിയ കണ്ടാൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ലോപ്പിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ആക്സിലറേഷൻ കാൽക്കുലേറ്റഡ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ആക്സിലറേഷൻ. ഇത് ആക്ച്വലി ഇക്വേഷൻസ് ഓഫ് മോഷൻ പ്രൂവ് ചെയ്യുമ്പോഴാണ് ആക്സിലറേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് അത് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പറയാം. ഇപ്പം നമുക്ക് യൂണിഫോം ഇത് ആക്സിലറേഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെയുള്ള ആക്സിലറേഷനാണ്? ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ എമൗണ്ട് അല്ല ഇൻക്രീസ് ചെയ്യുന്നത്. ഫസ്റ്റ് 5 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡിൽ പോയ വെഹിക്കിള് നെക്സ്റ്റ് 1 more സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും കൂടി. ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് ഡ്രൈവർ ആക്സിലറേറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് 1 more സെക്കൻഡ്സിൽ അത് 15 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലേക്ക് മാറണമെങ്കിൽ, വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും ആക്സിലറേറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫാണ്. യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, നോൺ യൂണിഫോം ആക്സിലറേഷൻ നോക്കാം. നമുക്ക് ഡാറ്റ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് 1 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെ, 2 സെക്കൻഡിൽ ഒരു 15 മീറ്റർ പെർ സെക്കൻഡാണ്, 3 സെക്കൻഡ്സിൽ അത് 20 മീറ്റർ പെർ സെക്കൻഡ്. ഡിഫറൻസ് നോക്കിയേ. ആദ്യത്തെ ആദ്യം ഉണ്ടാവുന്നത് 5 മീറ്റർ ഇൻക്രീസ് തന്നെ, നെക്സ്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻക്രീസ് ഉണ്ടായി, 15 - 5 ആൻഡ് അഗെയിൻ 5. ഇവിടെ ഒരു അൺഈക്വാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒന്ന് വരച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഗ്രാഫ് പോകുന്നു എന്നുള്ളത്. 1 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ 2 സെക്കൻഡ്സിൽ 15, അപ്പോൾ ഇവിടെ എത്തി. 2 സെക്കൻഡ്സ് ഓൾമോസ്റ്റ് ഹിയർ. ദെൻ 3 സെക്കൻഡ്സിൽ 20 ഇവിടെയാണ്. 3 സെക്കൻഡ്സിൽ 20 ആണ്, 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ജോയിൻ ചെയ്യാം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണോ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഷേപ്പ്ലെസ് രീതിയിൽ നമുക്ക് ഗ്രാഫ് കിട്ടിയാൽ, ആൻഡ് ഓൾസോ നമുക്കറിയാതെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് അല്ലേ? അപ്പോൾ ആക്സിലറേഷൻ ആയിരിക്കും, ഇൻക്രീസ് ഓഫ് ആക്സിലറേഷൻ തന്നെയാണ്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? നോൺ യൂണിഫോം ആണ്. ദിസ് ഈസ് എ ഗ്രാഫ് ഫോർ നോൺ യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, ആൻഡ് ഇനി ആക്സിലറേഷൻ 2 രീതിയിലുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇൻക്രീസ് ചെയ്യുന്ന ആക്സിലറേഷനെ പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. ഡിക്രീസിങ് ആക്സിലറേഷൻ ആണെങ്കിൽ അത് ഡിസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുണ്ട് പറഞ്ഞിരുന്നു അല്ലേ?
ഇനി ഡിസിലറേഷൻ എങ്ങനെ നമുക്ക് ഒരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെ തന്നിട്ടുണ്ട് ടൈം 0 സെക്കൻഡ്, ആ സമയത്ത് 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടായിരുന്നു. പറയാം എങ്ങനെയാണെന്നുള്ളത്. ഇനി 1 സെക്കൻഡ് കഴിയുമ്പോൾ അത് 10 മീറ്റർ പെർ സെക്കൻഡായി, 2 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡായി, 3 സെക്കൻഡ്സിൽ അത് 0 സ്റ്റോപ്പായി. നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ് തരുന്നത്. ദാറ്റ് ബസ് അല്ലെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ എ വെലോസിറ്റി ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മളോട് പറയുമ്പോൾ തന്നെ ആ ഒബ്ജക്റ്റ് ഓൾറെഡി മൂവിങ് ആണ്. അത് ഏത് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്? സ്റ്റാർട്ടിങ്ങിൽ തന്നെ 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെയാണ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ആ വെലോസിറ്റിയിൽ നിന്ന് പെട്ടെന്നൊരു ട്രാഫിക് റോഡിലേക്ക് കയറിയപ്പോൾ ഡ്രൈവർ ബ്രേക്ക് അപ്ലൈ ചെയ്തു, അപ്പോൾ കുറഞ്ഞു 10 മീറ്റർ പെർ സെക്കൻഡ്. 1 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ 10, 1 സെക്കൻഡ് കഴിയുമ്പോഴേക്കും 10 മീറ്റർ പെർ സെക്കൻഡായിട്ട് കുറഞ്ഞു. ഇനി 1 സെക്കൻഡും കൂടി കഴിഞ്ഞു അല്ലേ, അതായത് 1 more സെക്കൻഡ്സ് കഴിഞ്ഞ് 2 സെക്കൻഡ്സ് ആകുമ്പോഴത്തേക്ക് വീണ്ടും അത് 5 മീറ്റർ പെർ സെക്കൻഡായിട്ട് 2 സെക്കൻഡ്സിന് നേരെ 5 മീറ്റർ പെർ സെക്കൻഡായിട്ട് കുറഞ്ഞു. ആൻഡ് 3 സെക്കൻഡ്സ് ആകുമ്പോഴത്തേക്ക് അത് 0. എക്സ് ആക്സിസിലെ 3, വൈ ആക്സിസിലെ 0. ഇവിടെയാണ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ജോയിൻ ചെയ്തേ. സ്റ്റാർട്ടിങ് ഇവിടെയാണ്. നമുക്ക് ആദ്യം നല്ല സ്പീഡിൽ വന്ന വെഹിക്കിളാണ് 15 മീറ്റർ പെർ സെക്കൻഡിൽ. വീണ്ടും അത് ട്രാഫിക് റോഡിലേക്ക് കയറിയപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു, കുറഞ്ഞ് 10 ആയി, കുറഞ്ഞ് 5 ആയി, സ്റ്റോപ്പായി അല്ലേ. അപ്പോൾ ഗ്രാഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെ. ഈ ഗ്രാഫ് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഡിസിലറേഷൻ. ഗ്രാഫ് തന്നിട്ട് ഇങ്ങനെ ഗ്രാഫ് തരും, എന്നിട്ട് ചോദിക്കും വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദിസ് ഗ്രാഫ്? ദിസ് ഈസ് എ ഗ്രാഫ് ഓഫ് ഡിസിലറേഷൻ. അതും എങ്ങനെയാണ് ഡിസിലറേഷൻ? യൂണിഫോം അല്ലേ. ഫസ്റ്റ് 1 സെക്കൻഡിൽ സ്റ്റാർട്ടിങ്ങിൽ 15 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടായിരുന്നു. 1 സെക്കൻഡ് കഴിഞ്ഞപ്പം 5 കുറഞ്ഞ് 10 ആയി. ഇനിയും 1 സെക്കൻഡ് കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും 10 നിന്ന് 5 more കുറഞ്ഞ് 5 ആയി. വീണ്ടും 1 സെക്കൻഡ് കൂടെ കഴിഞ്ഞപ്പോൾ 5ൽ നിന്ന് 0 ആയി. യൂണിഫോം അല്ലേ ഡിക്രീസ്. അപ്പോൾ ഡിസിലറേഷൻ യൂണിഫോം വാല്യൂവിലാണ് ഡിക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാം യൂണിഫോം ഡിസിലറേഷൻ. കേർവ്ഡ് ഫിഗർ ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും? കേർവ്ഡ് ലൈൻ ആണെങ്കിൽ അത് നോൺ യൂണിഫോം ആയിരിക്കും. ഇത് ഡിസിലറേഷൻ തന്നെ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത് അല്ലേ ഗ്രാഫ്. ഇത് ഡിസിലറേഷൻ്റെ ഗ്രാഫ് തന്നെയാണ്, പക്ഷേ നോൺ യൂണിഫോം ഡിസിലറേഷനാണ്. നോൺ യൂണിഫോം ഡിസിലറേഷൻ അല്ലെങ്കിൽ നോൺ യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പോൾ ഗ്രാഫുകൾ ഇനി എല്ലാ ഗ്രാഫുകളും കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഡിസ്റ്റൻസ് ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫ്സും ഒന്നിച്ച് തന്നാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ഗ്രാഫും ഒന്നിച്ച് തന്നാൽ അല്ലെങ്കിൽ അതിൽ നിന്ന് മിക്സ്ഡ് ആയിട്ട് ഗ്രാഫ് തന്നാൽ എങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് നമ്മൾ പഠിച്ച എല്ലാ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻസും ഉണ്ട്. അതായത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫും ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫും ഉണ്ട്. അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ആദ്യത്തെ ഗ്രാഫ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മളുടെ ഓരോ ആക്സിലും തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ആണോ അതോ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ പാരലലായിട്ട് എക്സ് ആക്സിന് പാരലലായിട്ട് ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എന്താ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? യൂണിഫോം വെലോസിറ്റി അല്ലേ. യൂണിഫോം വെലോസിറ്റി ഓർ എന്താ പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി പറഞ്ഞു നോ ആക്സിലറേഷൻ. ഇവിടെ ആക്സിലറേഷൻ ഇല്ല, 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ഒറ്റ സ്പീഡിലാണ് പോകുന്നത്. ഓർ നോ ആക്സിലറേഷൻ ആണിത്, നോ ആക്സിലറേഷൻ. ഓക്കെ, ഇനി ഇത് നോക്കിയ വെലോസിറ്റി ടൈം അല്ല, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ ഇതുപോലെ പാരലൽ ലൈൻ വന്നാൽ അതെന്താ മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആണ് അല്ലേ. മൂവ്മെൻ്റ് ഇല്ല ഒബ്ജക്റ്റിന്. നെക്സ്റ്റ് വെലോസിറ്റി ടൈം ഗ്രാഫാണ് വന്നത്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നല്ല സ്റ്റീപ്പായിട്ട് പോകുന്ന സ്ലോപ്പ് അല്ലെങ്കിൽ വിത്തൗട്ട് ഡീവിയേഷൻ നല്ല സ്ട്രെയിറ്റ് സ്ലോപ്പ് ആണെങ്കിലോ യൂണിഫോം ആക്സിലറേഷൻ. വെലോസിറ്റിയും ടൈമുമാണ് അല്ലേ, അപ്പോൾ ആക്സിലറേഷൻ. നെക്സ്റ്റ് ഇത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിലെ സ്ലോപ്പ് എന്താണ്? സ്ട്രെയിറ്റ് സ്ലോപ്പ് എന്താ നമുക്ക് തരുന്നത്? യൂണിഫോം മോഷൻ അല്ലേ. നെക്സ്റ്റ് ഏതാ ഗ്രാഫ് ശ്രദ്ധിക്കുക, വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ എങ്ങനെയോ ഇൻക്രീസ് ചെയ്തൊരു ഷേപ്പ് ഇല്ലാതെ പോയത് അല്ലേ. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കേർവ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ കേർവ് വന്നാൽ നോൺ യൂണിഫോം ആക്സിലറേഷൻ. വെലോസിറ്റി ടൈം. ഇനി ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ അതുപോലെ ഒരു എന്താ പറയുക ഷേപ്പ് പാരാബോളയായിട്ടോ അല്ലെങ്കിൽ ഒരു കേർവായിട്ട് ഗ്രാഫ് വന്നാലോ ഇത് നോൺ യൂണിഫോം മോഷനാണ്. ഇവിടെ നോൺ യൂണിഫോം ആക്സിലറേഷൻ, ഇത് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ ആക്സിലറേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ആക്സിലറേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്.
ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് സീറോയിലേക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വന്നെങ്കിൽ ഇത് യൂണിഫോം ഡിസിലറേഷൻ. ആൻഡ് ഇതെന്തായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ്? നോൺ യൂണിഫോം ഡിസിലറേഷൻ. അപ്പോൾ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഗിവൺ ഗ്രാഫ് എന്ന് ചോദിച്ചാൽ ഓരോ ഗ്രാഫും ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസ് ടൈം ആണോ വെലോസിറ്റി ടൈം ആണോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. അതിനുശേഷം വാട്ട് ഈസ് ദ നേച്ചർ എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ.